ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ചെറിയ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. വേറെ എവിടേക്കുമല്ല, മുംബൈയിലേക്കാണ്, സിറ്റി ഓഫ് ഡ്രീംസ്. അപ്പോൾ ഒരാഴ്ചയിലത്തെ ഒരു ഇവൻറ്റിന് വേണ്ടി കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ കുട്ടി വ്ളോഗ്. ചെക്കിനൊക്കെ കഴിഞ്ഞു. എർത്ത് ലോഞ്ച്, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എർത്ത് ലോഞ്ചിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ബോർഡ് ചെയ്തു. ഇൻഡിഗോ എയർലൈൻസ് ആണ്. അപ്പോൾ അതിൽ ഞാൻ ചോദിച്ച് തന്നെ വാങ്ങിയ വിൻഡോ സീറ്റാണ്. അങ്ങനെ നമുക്ക് വിൻഡോ സീറ്റൊക്കെ കിട്ടി. അപ്പോൾ അടിപൊളിയായിട്ട് ബോർഡിംഗ് എല്ലാം ക്ലോസ് ചെയ്തു. മെല്ലെ ടേക്ക് ഓഫിന് എയർക്രാഫ്റ്റ് അതുപോലെ തന്നെ ക്രൂവും റെഡിയായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഡിഗോ തന്നെയാണ്, തിരിച്ചും ഇൻഡിഗോയിൽ തന്നെയാണ് വരേണ്ടത്. അപ്പോൾ ഇൻഡിഗോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഫുഡ് ആൻഡ് ബാക്കി കാര്യങ്ങളുണ്ടാവില്ല. നമുക്ക് ആകെ കിട്ടുന്നത് ഒരു ഗ്ലാസ് വെള്ളമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രതീക്ഷകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ബോർഡിംഗ് പാസ്സൊക്കെ സൈഡിലാക്കി മെല്ലെ പുറപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഒരു 2.5 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റിന് ശേഷം മുംബൈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അപ്പോൾ എൻ്റെ ഇവൻറ്റിൻ്റെ ആൾക്കാർ എയർപോർട്ടിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരെ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിൽ പോവാണ്. അങ്ങനെ അവരെ കണ്ടുപിടിച്ച് ഞാൻ നേരെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ബാംഗ്ലൂർ വഴിയായിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ ചെറിയ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ബാംഗ്ലൂർ എയർപോർട്ടിൽ ഞാൻ ലോഞ്ച് ആക്സസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അദാനി ലോഞ്ച്. അപ്പോൾ അദാനി ലോഞ്ച് അല്ല, വേറെ ഏതോ ലോഞ്ചാണ്, എനിക്ക് തെറ്റിപ്പോയതാണ്. അപ്പോൾ അവിടുത്തെ ലോഞ്ചിൻ്റെ ഫുഡ് ബാക്കി സെറ്റിങ്സോ ഞാൻ ചെറുതായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് ഫ്ലൈറ്റ് ആയിരുന്നില്ല, കൊച്ചി ബാംഗ്ലൂർ മുംബൈ. ഓക്കെ, എല്ലാ സെക്ടേഴ്സും ഇൻഡിഗോ തന്നെയായിരുന്നു. അപ്പോൾ കിടിലൻ, ഒരു രക്ഷയില്ലാത്ത ഒരു ലോഞ്ചായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ മുംബൈ എയർപോർട്ടിലേക്ക് പോകുന്ന ചെറിയ ഒരു വീഡിയോ ശകലം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ എല്ലാം കൊണ്ടും നമുക്ക് ട്രാവലൊക്കെ ഓക്കെ ആയിരുന്നു. ഓൺ ടൈം ആയിരുന്നു ഫ്ലൈറ്റ്. ഞാൻ ഇൻഡിഗോ ആയതുകൊണ്ട് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ആൻഡ് ഇതാണ് ഞാൻ മുംബൈയിലേക്ക് പോയ എയർക്രാഫ്റ്റ്. അങ്ങനെ മുംബൈ വളരെ വിജയകരമായിട്ട് എത്തി. ഇനി ഞാൻ എൻ്റെ 5 ദിവസം നീളുന്ന ഒരു ഇവൻറ്റ്, ഒരു കോൺഫറൻസാണ്. ആ കോൺഫറൻസ് ആങ്കർ ചെയ്യാനായിട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ലുക്കിംഗ് ഫോർവേഡ്, നല്ലൊരു ഗംഭീരമായിട്ടുള്ള ഒരു ഇവൻറ്റും. അതുപോലെ തന്നെ മുംബൈയിൽ ഞാനിപ്പോൾ 2ാമത്തെ തവണയാണ് ഞാൻ വരേണ്ടത്. അപ്പോൾ മുംബൈയിൽ കുറേ എക്സ്പ്ലോർ ചെയ്യാൻ, എത്ര പ്രാവശ്യം നമുക്ക് കണ്ടാലും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലമാണ് മുംബൈ. അപ്പോൾ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, എവിടെയൊക്കെ പോകണം, ഏതൊക്കെ കഫേസിൽ പോകണം, ഏതെല്ലാം സ്ഥലങ്ങൾ കാണണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഇനി അത് മെല്ലെ പോകെ ഓരോ വ്ളോഗുകളിലായിട്ട് ഇങ്ങനെ കുട്ടി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.